ഹേ ഗായ്സ്, ഡിസ്ക്ലൈമർ, ഷുഗർ ഡയറ്റ് എടുക്കുന്ന ആരും ഈ വീഡിയോ കാണരുത്. ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ട്രസ്റ്റ് മീ ഗൈസ്, അത്ര അടിപൊളിയാണ്. ഇതിൻ്റെ തേർഡ് അറ്റംപ്റ്റ് ആണ്. അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് അറേബ്യൻ പുഡിംഗ്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ റെസിപ്പി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇനി നമുക്കിതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് കണ്ടാലോ. ഫസ്റ്റ് നമുക്കൊരു പാത്രത്തിലോട്ട് പാലൊഴിച്ച് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലോട്ടും പാലൊഴിച്ച് അതിനകത്തോട്ട് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് വെക്കണം. അതിനുശേഷം പാൽ തിളച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ മിക്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അടി പിടിപ്പിക്കില്ലേ മക്കളെ, ആ ഒരു കാര്യം മാത്രമേ ഇതിനകത്തോട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതിനുശേഷം ബ്രെഡ് എടുത്തിട്ട് 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ കളർ നമുക്ക് ആവശ്യമില്ല, വൈറ്റ് പാർട്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനകത്തോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് മിൽക്ക് മേഡും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 3 ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ബ്രെഡ് സ്ലൈസസും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പ്രോസസ്സ് തന്നെ ഞാൻ 3-4 പ്രാവശ്യം ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു അല്പം വിപ്പിംഗ് ക്രീം എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അത് ലാസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ടെക്സ്ചറിന് വേണ്ടിയിട്ട് വെറുതെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ അറേബ്യൻ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റായിട്ടൊരു 1 ടൈമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ.